സദ്യയിലെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണല്ലോ അവിയൽ. അതിൻ്റെ ആ ഒരു വെജിറ്റബിൾ കട്ടിങ്ങൊക്കെ കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളും ആണല്ലോ. അപ്പോൾ വിഷുവൊക്കെ ആയിട്ട് അതിൻ്റെ സ്പെഷ്യലായിട്ട് നമുക്ക് ഈ ഒരു അവിയൽ തന്നെ ഇന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാം. ഞാനിവിടെ മുരിങ്ങക്കായ, അതുപോലെ ചേന, അതുപോലെ തിന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിനാണ് പിന്നെയും കുറച്ചുകൂടെ വേവ് അധികം വേണ്ടി വരിക. അപ്പോൾ അത് തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. അതുപോലെ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്, വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, പയറോ ബീൻസോ കൊത്തമര ഏതെങ്കിലും ഒന്ന് എടുക്കാം കേട്ടോ. പിന്നെ പച്ചക്കായ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, മത്തനും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്ക് ഒരുമിച്ചിട്ടിട്ടാണ് വേവിച്ചെടുക്കുക കേട്ടോ. അവിയലിന് സാമ്പാറിനെ പോലെ സെപ്പറേറ്റ് എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ഒരുമിച്ച് അങ്ങ് വേവിച്ചെടുത്താൽ മതി. പല സ്ഥലങ്ങളിലും അവിയൽ ഉണ്ടാക്കുന്നതിൽ ചെറിയ ഡിഫറൻസൊക്കെ കാണും. ചില സ്ഥലത്ത് വൈറ്റ് കളറിലായിരിക്കുമല്ലോ അവിയൽ. പാലക്കാട് ഭാഗത്തൊക്കെ അങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. അതിലേക്കൊരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ തന്നെ ഉപ്പ് ചേർത്തു. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. അതിനാണ് കറക്റ്റ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗവിൽ ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ, അതൊന്ന് തിളച്ച് വരുന്ന വരെ ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കട്ടെ. അടച്ചു വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഓവറായിട്ട് കുക്കായി ഉടഞ്ഞു പോവാതിരിക്കാൻ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങയായിട്ട് എടുത്തിട്ടുള്ളത്. കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഞാൻ വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനുള്ള തേങ്ങ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 3 പച്ചമുളകും നമ്മുടെ എരിവിനെ അനുസരിച്ച് എടുക്കുക. അതിൽ ചെറിയ ഉള്ളി ചെറുതായതുകൊണ്ട് ഒരു 8 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4 എണ്ണോ 5 എണ്ണമൊക്കെ മതി കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തരിതരിപ്പായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ആ ഒരു വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കുക്കായതിന് ശേഷം അത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 1-2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് അത് തേങ്ങയൊക്കെ ഒന്ന് ചൂടാവുന്നവരെ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം അപ്പോൾ തേങ്ങ നന്നായിട്ട് മിക്സാക്കി അതൊന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് തൈരാട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഒരുപാടങ്ങ് പുളി വേണ്ട, എന്ന ചെറിയ പുളി വേണം. ആ രീതിയിലുള്ള തൈരാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിലർ പുളിക്ക് വേണ്ടിയിട്ട് തൈരിന് പകരം തക്കാളിയൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഒന്നുകൂടെ ഇഷ്ടം ഇതുപോലെ തൈര് ചേർത്തിട്ടാണ്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ, അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൊണ്ടു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാല്ലാ പുതിയ റെസിപ്പിയായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്